നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ഗുണവും യാചിക്കണം. കരുണവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും ഒരു നാളും മുടക്കം കൂടാതെ കരയേറ്റുവാൻ കാരുണ്യവാനേ, അടിയങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. അനാദ്യന്ത്യ സ്വയംഭൂവിന്റെ വചനമായവൻ തന്റെ പിതാവിന്റെ തിരുവിഷ്ടത്തോടെ ആദാമ്യ സന്തതികളുടെ ക്രമക്കേടുകൾക്ക് പരിഹാരമായി മനുഷ്യാവതാരത്തിന് എഴുന്നള്ളി വരികയും വെടിപ്പുള്ള കന്യാമറിയാവിനെ തനിക്ക് വാഹനമായി തെരഞ്ഞെടുക്കുകയും പരിശുദ്ധ റൂഹായാൽ പവിത്രീകരിക്കപ്പെട്ട അവളുടെ ഉദരത്തിൽ 9 മാസം അടങ്ങി പാർക്കുകയും കാലത്തിന്റെ പൂർണ്ണതയിൽ വെടിപ്പോടെ ബേത്ലഹേമോഫ്രത്തായിൽ അവൾ തന്നെ പ്രസവിക്കുകയും തിരുഹിത പ്രകാരമുള്ള തന്റെ തിരുവയസ്സിനെ പൂർത്തീകരിച്ചുകൊണ്ട് ഗോകുൽത്താടുന്നതങ്ങളിലേക്ക് ആനയിക്കപ്പെടുവാൻ തക്കവണ്ണം യഹൂദന്മാർക്ക് പരമേൽപ്പിച്ചു കൊടുക്കുകയും അടിയും ആക്ഷേപവും നിന്നെയും പരിഹാസവും ഏറ്റുകൊണ്ട് പീലാത്തോസിന്റെ അരമനയിലേക്ക് ആനയിക്കപ്പെടുകയും സത്യസ്വരൂപനും പരിശുദ്ധനുമാണെന്ന് നിന്നെ തിരിച്ചറിഞ്ഞിട്ടും അഹങ്കാരത്തിന്റെ പ്രഭു തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും അതിഭയങ്കരമായ പീഡകളേറ്റും കൊണ്ട് ഗോകുൽത്തായുടെ ഔന്നത്യങ്ങളിലേക്ക് കരയേറുകയും അതിലണയ്ക്കപ്പെട്ടിരുന്ന സ്ലീബായിലേക്ക് സന്തോഷത്തോടെ ഉപുഷ്ടനാവുകയും തന്റെ എതിർക്കരങ്ങളെ അതിന്റെ പക്ഷങ്ങളിന്മേൽ വിരിക്കുകയും ഇരുമ്പാണികളാൽ തറച്ച് വധിക്കപ്പെടുകയും അവിടെ നിന്ന് ഒഴുക്കപ്പെട്ട രക്തമുഖാന്തരം ആദാമി പാവക്കറുകളെ കഴിക്കാൻ വെടിപ്പാക്കുകയും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമായ തന്റെ തിരിച്ച രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി പരിശുദ്ധ സഭയ്ക്ക് പരമേൽപ്പിക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ സമുദ്രിക്കുകയും തന്റെ സ്വർഗാരോഹണത്താൽ അന്യമായി പോരുന്ന അവകാശത്തിലേക്ക് ആദാമ്യ സന്തതികളെ ആനയിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ സ്വയവും ഞങ്ങളുടെ മതത്തിന്റെയും മഹാപ്രധാന ആചാരനുമായ